മോളെ ഇപ്പൊ അമ്മായി വിളിച്ചിനോ? ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അല്ലെ? ഇതെന്തിനിപ്പൊ ഇങ്ങോട്ട് വരുന്നത്? പിന്നെ ഓണയല്ലേ, എങ്ങനെയും എന്താന്നറിയാ, വന്നോട്ടെ. വന്ന കണക്കാട്ടോ. ഇവിടുത്തെ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് പറയാൻ ആ നേരം ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് നിങ്ങൾക്ക് പറയാൻ വന്നെങ്കിൽ നല്ല ചുട്ട മറുപടി കൊടുക്കും കേട്ടോ. ഓണയല്ല ഒന്നും പറയണ്ട. അത് മോളെ അമ്മായി അത് വരുന്ന ഇത്ര പെട്ടെന്ന് നോക്കിയോ? എത്തി വേഗം തന്നെ എത്തിക്കല്ലോ. അമ്മായി വാ, ഇരിക്കുങ്ങള്. ഇരിക്കാ. നമ്മോ നടന്ന് തളർന്നു പോയ മനുഷ്യൻ. ബസ് ഇറങ്ങിട്ട് എത്ര ദൂരം നടക്കേ. ഓണമൊക്കെ അല്ലേ, അമ്മ ഇതുങ്ങൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിക്കേ. അമ്മ ഇന്ന് കാക്ക മലന്ന് പറക്കും. അമ്മ നമുക്ക് ഊണക്കൂടെയൊക്കെ കൊണ്ടുവന്നിക്കേ. ഇതെന്തിനും പൈസ ഇരുന്ന ഡ്രസ്സെല്ലാം വാങ്ങിയേ നിങ്ങൾക്ക് അപ്പാടുന്ന് പോന്നാ പോരെ? ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയല്ല, ഇതൊക്കെ എന്റെ മോളെ പഴയ ഡ്രസ്സുകളാ. ഓളാണെങ്കിൽ ഇപ്പൊ പ്രസവിച്ചിട്ട് നല്ലോണം വണ്ണം വെച്ചോണ്ട് ഇതൊന്നും ഓക്ക് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഇത് വെറുതെ കളയണ്ടേ. അത്രക്കൊന്നും പറയത്തല്ല, ഒരു 10-12 പ്രാവശ്യം മാത്രം ഇട്ടിക്കുള്ളൂ. ഇതൊക്കെ ഓക്ക് പാകാവും. പിന്നെ അതിൽ 2 സാരിയും കൂടി വെച്ചിക്കാതെ എന്റേതാന്നേ. അത് വക്കിത്തിരി കീറിയിരിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. A few moments later. അല്ല, ഇതെന്ത് സദ്യ ഉണ്ടാക്കി വെച്ച്, ഒന്നിനും ഒരു ഗുണവും ഇല്ല. ഇലയുടെ തുമ്പത്ത് ഒരു വെള്ള കളറുള്ള സാധനം കണ്ടിക്കല്ല, അതിനാണെങ്കിൽ ഉപ്പും ഇല്ല എരിവും ഇല്ല. ഇതെന്തെന്നായത്? അത് ഓലനമ്മായി. ഓലന. ഉപ്പേരിക്ക് ഉപ്പ് എന്ന് പറയുന്ന സാധനമല്ല ഇത്. സാമ്പാർ ഏതാ രസം ഏതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റും. എന്ത് സദ്യ ഉണ്ടാക്കി ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം ഒന്നും ഉണ്ടാക്കുന്ന അറിയലേ? ഇതെന്ത് ഞാൻ ഉണ്ടാക്കി വെച്ച്? അതിന് സദ്യ ഒന്നും ഞാൻ ഉണ്ടാക്കിയല്ല, ഞാനെല്ലാം ഓർഡർ ചെയ്ത് വരുത്തിയതാ. പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാ. ഒരു നല്ല ദിവസമല്ലേ, ഇന്നൊരു ഓണല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാ. നല്ല ആൾക്കാരെങ്ങൾ ഇങ്ങനെ ഉണ്ടോ മടി? നിങ്ങളോടൊന്നും പറയും എനിക്കറിയല്ലേ. എനിക്ക് പോയിട്ട് കൊറേ പണിയുണ്ട്, ഞാൻ പോവാ. ആടത്തെ അമ്മായി പോല നിങ്ങൾക്ക് ഓണക്കൊടി വാങ്ങിയതായിരുന്നു. ഓണക്കോടിയാ? അമ്മായി തന്നെ തൊട്ട് കീറിയതും പഴയതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ പുതുപുത്ത സാധന. ഞാൻ പോട്ടെ.